അയ്യു യൗമിൻ ഹാദാ, പനി പിടിച്ചു കിടക്കുമ്പോ ആയിഷ ബീവിയോട് മോളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, മോളെ ഇത് ഏതാണ് ദിവസം? യൗമുൽ ഇത്നൈൻ, ഉപ്പ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. സിദ്ദീഖ് തങ്ങൾ പുഞ്ചിരിച്ചു. വഫാത്താകുന്നത് ഒരു തിങ്കളാഴ്ച. ഉണ്ണി നബി തങ്ങളോടുള്ള കാണാനുള്ള ആഗ്രഹം മനസ്സിലിങ്ങനെ കൂടി വരുന്നു. സന്തത സഹചാരിയും ഹബീബിന് നിഴല് പോലെ സാഹിബുഹു ഫിൽ ഗാർ, തൗർ ഗുഹയിൽ ഹബീബിന്റെ സ്വാഹിബായി നിൽക്കാൻ ഭാഗ്യമുണ്ടായ സിദ്ദീഖ് എന്നവർ ഹബീബിനോടൊപ്പം ചേരാൻ കൊതിക്കുന്ന ഒരു രംഗം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ചരിത്രങ്ങൾ ഓരോന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, മോളെ ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്റെ മയ്യത്ത് നിങ്ങൾ വെച്ചേക്കരുതേ. فإن مت من ليلتي هذه فلا تنتظروا بي الغد. നാളെ മറവ് ചെയ്യാം മയ്യത്ത്, വെളിച്ചമാവട്ടെ, സൂര്യൻ ഉദിക്കട്ടെ, വെളിച്ചത്തിലാവട്ടെ എന്ന് പറഞ്ഞ് എന്റെ മയ്യത്തിന് നിങ്ങൾ കാത്തുവെക്കരുത്. രാത്രിക്കു രാത്രി തന്നെ. ഈ തിങ്കളാഴ്ചയുടെ രാവാണല്ലോ ഇത് തിങ്കളാഴ്ച രാത്രിയാണ്. അതായത് ഞായറാഴ്ച അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ രാത്രി സത്യത്തിൽ ഞായറാഴ്ച രാത്രിയാണ്. അറബ് കണക്ക് പ്രകാരം ഇത് ഞായറാഴ്ച രാത്രിയാണ്. നാളെ പകൽ അവസാനിക്കുമ്പോൾ ഞായറാഴ്ച അവസാനിച്ചു, നാളത്തെ അസ്തമയത്തോടുകൂടെ തിങ്കളാഴ്ച ആരംഭിക്കാൻ. ഞാൻ ഇന്ന് വഫാത്താവുകയാണെങ്കിൽ നാളത്തേക്ക് വേണ്ടി എന്നെ കാത്തിരിക്കരുത്. എന്തുകൊണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പകലും ഏതാണെന്ന് ചോദിച്ചാൽ അഖറബുഹാ മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും ആദ്യം ചെന്നെത്താൻ പറ്റുന്ന രാവാണ് എന്റെ രാവുകളിൽ ഏറ്റവും വലിയ രാവ്. അതുകൊണ്ട് രാത്രി മരിച്ചാൽ ആ രാവിൽ തന്നെ എനിക്ക് ഹബീബിന്റെ അരികത്തേക്ക് പോകണം. ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ ആ പകലിൽ എനിക്ക് പോകണം. എന്നെ നിങ്ങൾ രാത്രി മരിച്ചാൽ പകല് വരെയോ, പകല് മരണപ്പെട്ടാൽ രാത്രി വരെയോ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞ് എന്റെ ഉപ്പ സ്നേഹം കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അവസാന യാത്ര അനിവാര്യമായൊരു യാത്രയാണത്. ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്തൊരു യാത്ര. ഇമിഗ്രേഷൻ ക്ലിയർ ആണ്, ടിക്കറ്റ് ഓക്കെയാണ്, ഓൺ ടൈം ആയിരിക്കും ആ യാത്ര. അതൊന്നേയുള്ളൂ, അത് മരണത്തിന്റെ യാത്രയാണ്. അല്ലാഹു ആ നേരം സന്തോഷത്തോടെ ഹബീബിനെയും അനുയായികളെയും സഹാബികളെയും കാണാൻ കിട്ടുന്ന ഒരവസരമാണത്, അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന ഒരു അവസരമാണത് എന്ന ചിന്തയിൽ ഇവിടുന്ന് യാത്ര തിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ പേടിച്ചു കൊണ്ടുപോയാൽ പിന്നെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തിട്ട് കാര്യമില്ലാണ്ടായി പോകും. അവിടെ പേടിക്കരുത്. എന്തായാലും നമ്മളൊക്കെ മരിക്കും. എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും മരണം നമ്മളെ കൊണ്ടുപോകും. ഇത് നേരത്തെ ആയാൽ എന്റെ ഹബീബിനെ എനിക്ക് ആദ്യം കാണാൻ കഴിയുന്ന രാവാണ്. എന്റെ രാവുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്റെ പകലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹബീബിനെ ഏറ്റവും നേരത്തെ കാണാൻ കഴിയുന്ന പകലാണ്. അങ്ങനെ ഒരു തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു മഹാനായ അമീറുൽ മുഅ്മിനീൻ സാഹിബുഹു ഫിൽ ഗാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഹബീബിനെ കണ്ടുമുട്ടാൻ എന്തോ ഒരു ആഗ്രഹം. ഉണ്ണി നബി തങ്ങളെ ജീവിതത്തിൽ ഒരു നിഴല് പോലെ തുടർന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഹബീബില്ലാത്ത ജീവിതം ഓർക്കുക സാധ്യമായിരുന്നില്ല. കൽബിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം നമ്മുടെയൊക്കെ കൽബിൽ ഇങ്ങനെ വരണം.
ആ ഒരു സ്നേഹം വരുമ്പോ അനാവശ്യമായ ഹറാമിന്റെ സ്നേഹബന്ധങ്ങളൊക്കെ അവിടെ ഉടഞ്ഞു പോകും. പവിത്രമായ സേക്രഡ് ലവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരും. നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും നമുക്കൊക്കെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഹൃദയം അത് സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. ആ സ്നേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ വാപ്പയോട്, അമ്പിയാക്കന്മാരോടും ദീന്റെ അഹ്ലുകാരോടും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ ജീവിതവുമായി ബന്ധിക്കുന്നത് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും അല്ലേ? മാഷാ അല്ലാഹ്.